ഈ വീട്ടിലുള്ള ഓരോരുത്തരെ കുറിച്ചും എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു കളങ്കവുമില്ല. എന്തായാലും ആദ്യമായി നെല്ലിശ്ശേരിയിൽ നിന്ന് വിളിച്ചിട്ട് നമ്മൾ ആ വീടിന്റെ പടി കയറുവല്ലേ. ആ കുട്ടികൾക്ക് രണ്ടുപേർക്കും നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. ആ, ഞാനത് ധനുഷിനോട് പറയാനിരിക്കുമായിരുന്നു. എന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്നുള്ളത് സ്നേഹിക്കറിയോ? എന്താ? എല്ലാവരുമായി നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറണം. നിന്നോടൊത്ത് സ്നേഹത്തോടെ ജീവിക്കണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. ആരുടെയും സഹായമില്ലാതെ നിന്നെ എനിക്ക് നന്നായിട്ട് നോക്കാൻ കഴിയണമെന്നാ എൻ്റെ പ്രാർത്ഥന. അതിനെന്തെങ്കിലും ഒരു ജോലി നോക്കണം, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങണം. ഇങ്ങനെയൊക്കെ കുറച്ച് പ്ലാനുകൾ എൻ്റെ മനസ്സിലുണ്ട്. അതെല്ലാം നടക്കും ധനുഷ്, ധൈര്യമായിട്ടിരിക്കെ. ആരാ ധനുഷ്? ഒരു ഫ്രണ്ടാ. ഒരു മിനിറ്റ്. ഹലോ ഹലോ, കേൾക്കുന്നില്ല? ഹലോ, ഒരു മിനിറ്റ്. ഇവിടെ റേഞ്ച് കുറവാ. ഹലോ. അങ്ങനെ നെല്ലിശ്ശേരി വീട് നിന്റെ മുന്നിൽ കെട്ടി ഉയർത്തിയ വൻമതിൽ പൊളിഞ്ഞു വീണു. ആ, നാളെ നീ നെല്ലിശ്ശേരിയുടെ പടി കയറാൻ പോകുന്നു അല്ലേ? സേതു സാറ് ചോറൂണ് ചടങ്ങിന് നേരിട്ടൊന്ന് വിളിച്ചതുകൊണ്ടാ ഇപ്പൊ അകത്തേക്ക് കയറാൻ പറ്റുന്നത്. നാളെ നടക്കാൻ പോകുന്നത് കുട്ടികളുടെ ചോറൂണ് മാത്രമല്ല, നെല്ലിശ്ശേരി വീട്ടിലേക്കുള്ള നിന്റെ പടിയേറ്റുകൂടിയാണ്. അതങ്ങനെ വെറുതെ അങ്ങ് നടന്നാ മതിയോ? ഒരു ഉഗ്രൻ ബോംബ് പൊട്ടിച്ചോണ്ട് വേണം നീ ഈ വീട്ടിനകത്തേക്ക് കയറാൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല. തൽക്കാലം ആ വീടിന്റെ അകത്തേക്കൊന്ന് കയറി പറ്റട്ടെ, എന്നിട്ട് ചിന്തിക്കാം എന്തു വേണമെന്ന്. നീയൊന്നും ചെയ്യണ്ട. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി ഒരു ഉഗ്രൻ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ബോംബ്? കുട്ടികളുടെ ചോറൂണ് നടക്കുന്ന സന്തോഷത്തിൽ എല്ലാവരും സ്വയം മതിമറന്ന് നിൽക്കുമ്പോ അവിടെ മറ്റൊരു ദുരന്തം സംഭവിക്കുന്നു. ആ കുഞ്ഞുങ്ങള് രണ്ടുപേരും മരിക്കുന്നു. അവന്തികെ, നീ ആവശ്യമില്ലാത്തതൊന്നും ചെയ്യരുത്. ഇത് നമ്മൾ മുൻപ് പ്ലാൻ ചെയ്തതുപോലൊന്നും അല്ല. നീ കുഞ്ഞുങ്ങളെ ടാർഗറ്റ് ചെയ്യരുത്. നീ എന്നെ അങ്ങനെ വില കുറച്ച് കാണരുത്. അവന്തിക എന്തെങ്കിലും ടാർഗറ്റ് ചെയ്താ അതിന്റെ മാക്സിമം ആയിരിക്കും. നാളെ നിന്റെ നെല്ലിശ്ശേരിയിലേക്കുള്ള പടികേറ്റവും ആ കുഞ്ഞുങ്ങളുടെ അന്ത്യവും രണ്ടും നടന്നിരിക്കും.